ഹായ് എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും എന്നോട് പുതിയൊരു വ്ളോഗിക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നേക്ക് ഞങ്ങൾ നോക്കാൻ പോകുന്നത് കൃഷി എങ്ങനെ ചെയ്യുവാൻ അത് കാര്യങ്ങളാണ്. ഇത് മോട്ടർ സ്ഥലത്താണ്. അതിലകത്ത് ഞാൻ കൊണ്ടുപോയിട്ട് എല്ലാവരെയും കാണിക്കാം അതിലെങ്ങനെ കാര്യങ്ങൾ നടക്കുവാൻ. അപ്പോൾ ഇന്നേക്ക് ഞാൻ നമ്മളുടെ ചാച്ചനോട് സംസാരിക്കാൻ പോവാണ്. ഇതിലെ കാര്യങ്ങൾ എങ്ങനെ നടക്കുവാൻ, കൃഷിയൊക്കെ എങ്ങനെ ചെയ്യുവാൻ, എത്ര മാസം എടുക്കും, എത്രമാത്രം ഇതൊക്കെ ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടുണ്ട്, അതൊക്കെ ഞാൻ ഇന്നേക്ക് ഉങ്ങളോട് ഷെയർ ചെയ്യാൻ പോവാണ്. അപ്പോൾ എല്ലാവരും എന്നോട് വീഡിയോട് തുടങ്ങി നിൽക്കണം പറയുന്നു. അപ്പോൾ നമുക്ക് നമ്മളോട് വീഡിയോയ്ക്ക് പോവാം. നമുക്ക് നമ്മളോട് ചാച്ചനിക്കിട്ട് ചോദിക്കാം നമ്മളോട് കൃഷിയൊക്കെ ആദ്യം മുതൽ എങ്ങനെ ചെയ്യും. ചാച്ചൻ ഇപ്പോൾ ഇവിടെ ഉണ്ട്. നമുക്ക് ചാച്ചനിക്കിട്ട് ചോദിക്കാം. ചാച്ചൻ, ഇപ്പം നമ്മളോട് ഇത് കൃഷിയല്ലേ, കൃഷി എന്ത് മാസം തുടങ്ങി? നവംബർ മാസം. അപ്പം അത് എങ്ങനെ എത്രത്തോളം കൃഷി എത്രത്തോളം വരാൻ വേണ്ടി എങ്ങനെ ഇതിൻ്റെ ആദ്യത്തെ ഇത് കുട്ടനാട്ടിൽ കൃഷി തുടങ്ങുന്നത് നമ്മളെ വിത്ത് മേടിച്ചിട്ട് വെള്ളത്തിൽ മുക്കും. വെള്ളത്തിൽ മുക്കി 18 മണിക്കൂർ വെള്ളത്തിൽ മുക്കി പൊക്കി വെച്ചിട്ട് അത് മൂടി ഇങ്ങനെ പൊതിഞ്ഞ് വെക്കും. പൊതിഞ്ഞ് വെക്കി അത് മലയാള മാസത്തിൽ പറയുമ്പോൾ 90 നാഴിക വെച്ചിട്ട് അതെടുത്ത് വീണ്ടും നോക്കുമ്പോൾ അത് കിളുത്തിരിക്കും. എടുത്തിട്ട് നമ്മൾ ഈ കഴിഞ്ഞ ഈ നവംബർ മാസം 20-ാം തീയതി വിതച്ചു. വിതച്ച് 15-16 ആകുമ്പോൾ നമ്മളതിന് കളനാശിനി അടിക്കും. കളനാശിനി അതിൻ്റെ കളയെല്ലാം കളഞ്ഞിട്ട് വെള്ളം കയറ്റി ഇറക്കി വളമിടും. അതിന് ഒന്നാം വളമിടും. ഒന്നാം വളം ഇട്ട് 20 ദിവസത്തിനാകും ഒന്നാം വളം ഇട്ട്, രണ്ടാം വളം ഒരു 40-നാകും രണ്ടാം വളം ഇടും. ഇതിനിടയ്ക്ക് കളനാശിനി ഇതിനിടയ്ക്ക് മരുന്നൊക്കെ അടിക്കും. മൂന്നാം വളം ഒരു 50-60 ആകുമ്പോൾ മൂന്നാം വളം ഇടും. മൂന്നാം വളം ഇട്ട് ഇപ്പോൾ മൂന്നാം വളം ഇട്ട് നമ്മൾ നിർത്തിയിരിക്കുകയാണ്. ഇന്ന് ഏകദേശം 103 ദിവസമായിട്ടുണ്ട്. 103 ദിവസമായി. ഇനി ഒരു 2 ആഴ്ച ഒരു 17-18 ദിവസം 20 ദിവസം കഴിയുമ്പോൾ ഇത് നെല്ല് കൊയ്യാൻ പാകമാണ്. ഇത് മെഷീൻ വഴിയാണ് ഇത് കൊയ്തെടുക്കുന്നത്. ഓക്കെ. അപ്പം ഇത് നമുക്ക് 103 ദിവസം ആയപ്പുറം നമ്മളോട് നെല്ല് ഇങ്ങനെ ഇന്ന നിലയിൽ നിൽക്കുക. 103 ദിവസത്തേക്ക് 103 ദിവസത്തേക്ക് എത്ര നമ്മളോട് നമുക്ക് നെല്ല് ഇങ്ങനെ നിൽക്കുവാണ്. ഒരു ഗോൾഡൻ കളർക്ക് വന്നിട്ടുണ്ട് ചെറുതായിട്ട്. അപ്പം 120 ദിവസം ആകുമ്പോൾ നമുക്ക് കൊയ്യാം. അപ്പോൾ എങ്ങനെ മാർച്ച് 15-18 ആകുമ്പോൾ കൊയ്യാം. ഇപ്പം നമുക്ക് ചാച്ചൻ ഇന്ന് മോട്ടർ സ്ഥലത്തിൽ കാണിച്ചു കൊടുക്കാൻ പോവാം. എങ്ങനെ മോട്ടർ ഇടും അതൊക്കെ നമുക്ക് നോക്കാം. നമുക്കാണെങ്കിൽ വീട്ടിലിരുന്ന് ചോറൊക്കെ സാപ്പിടും. പക്ഷേ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി ഒത്തിരി കഷ്ടപ്പെടണം. അത് നമുക്ക് നോക്കാം. അതിൽ കഷ്ടപ്പാട് നമുക്കറിയണമല്ലേ. ഇതുവാണോ ചാച്ചൻ മോട്ടർ? ഇത് എങ്ങനെ മോട്ടർ ഇട്ട് കഴിഞ്ഞാൽ വെള്ളം എവിടെ പോകും? കറണ്ട് ഓൺ ചെയ്താണ് ഇത് കറങ്ങി ബെൽറ്റ് ഇങ്ങനെ കറങ്ങിയിട്ട് അതിലെ വെള്ളം കയറി അപ്പുറത്തിറങ്ങും. ഇങ്ങനെയാണ് വെള്ളം പറ്റിക്കുന്നത്. ഓക്കെ. ശരി ചാച്ചൻ, ഇപ്പം വെള്ളം ഇങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ വെള്ളം എങ്ങോട്ട് പോകും? ഇപ്പോൾ സൈഡിൽ നിന്ന് വെള്ളം, കണ്ടത്തിന്റെ സൈഡിൽ നിന്ന് വെള്ളം ഇപ്പുറത്ത് പമ്പ് ചെയ്ത് മോട്ടർ കറണ്ട് വഴി പമ്പ് ചെയ്ത് ഇപ്പുറത്തിറങ്ങിയിട്ട് അപ്പുറത്ത് വലിയ ആറാണ് പമ്പയാറ്. പമ്പയാറ്റിലോട്ട് വെള്ളം കടത്തി വിടുവാണ്. അങ്ങനെയാണ് ഈ കണ്ടത്തിന്റെ ഈ കൃഷി സ്ഥലത്ത് നിന്ന് വെള്ളം പറ്റിക്കുന്നത്. അതാണ് ഇവിടുത്തെ സംരംഭം, ഇവിടുത്തെ പരിപാടി. അങ്ങനെ സംരംഭം. അപ്പൊ ഒത്തിരി മഴയൊക്കെ പെയ്യുമ്പോൾ എങ്ങനെ? മഴ പെയ്യുമ്പോൾ ഇങ്ങനെ തുടർന്ന് മോട്ടർ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും അല്ലേ? നടന്നുകൊണ്ട് വെള്ളം അടിച്ച് പറ്റും. അങ്ങനെയാണ് ഇവിടെ കുട്ടനാട്ടിൽ കൃഷി ചെയ്യുന്നത്. ഇതാണ് ചാച്ചൻ പറഞ്ഞ അത് വലിയ ആറുണ്ട് പറഞ്ഞ് ഓട് ഇതൊക്കെ എന്നാ പറയാ, തോട്. തോട്. ഇതിലിരുന്ന് വെള്ളം പോയിട്ട് വലിയ ആറ്റിലേക്ക് വെള്ളം പോകും.
പമ്പേ ആറ്. അങ്ങനെയാ ഇവിടുത്തെ കാര്യങ്ങൾ നടക്കുകയും കൃഷിയുണ്ട്. നമുക്ക് ഇന്ന് മോട്ടർ കുറച്ച് ഒന്നാക്കി കാണിക്കാവോ? ആ ശരി, അപ്പോൾ നമുക്ക് കാണിക്കാം. ഓക്കെ ഓക്കെ. നമുക്കിപ്പോൾ ചാച്ചൻ താക്കോൽ എടുക്കാൻ പോവാണ്. താക്കോൽ എടുത്ത് വന്ന് ചാച്ചൻ നമുക്ക് കാണിക്കും മോട്ടർ എങ്ങനെ ഒന്നാക്കുമ്പോൾ വെള്ളം എങ്ങനെ ഇങ്ങോട്ട് അവിടുത്തെ വെള്ളം കുറഞ്ഞ് ഇങ്ങോട്ട് വെള്ളം എങ്ങനെ കയറും, അതൊക്കെ ചാച്ചൻ നമുക്ക് കാണിച്ചു കൊടുക്കും. അപ്പം നമുക്ക് നോക്കാം. മോട്ടർ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര സ്വരം കിട്ടും. അപ്പം നമുക്ക് നോക്കാം. ഇപ്പം നമുക്ക് ഓപ്പൺ ചെയ്ത് കാണിക്കാവോ മോട്ടർ? ആ ആ ഓൺ ചെയ്തല്ലേ? ആ നമുക്ക് ഇപ്പം നോക്കാം. മോട്ടർ ഓൺ ചെയ്ത് കുറേ സ്വരമുണ്ട്, സൗണ്ടുണ്ട്. ഇത് ഇങ്ങനെയാ മോട്ടർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും കാണാൻ പറ്റുമായിരിക്കും. വെള്ളം ഇങ്ങോട്ട് എടുക്കുക. വെള്ളം ഇങ്ങോട്ട് എടുത്ത് കഴിഞ്ഞപ്പുറം വെള്ളം ഇങ്ങോട്ട് കൂടുക. എല്ലാവർക്കും കാണാൻ പറ്റുമായിരിക്കും. ഇവിടെ വെള്ളം കൂടുക. അപ്പോൾ இந்த ഭാഗത്തിലെ വെള്ളം മോട്ടർ ഇങ്ങനെ എടുത്തിട്ട് இந்த സൈഡിലെ വെള്ളം അടിക്കാത്ത വെള്ളം ഇങ്ങോട്ട് കൂടുക. മുൻപ് ഞാൻ இந்த വീഡിയോ കാണിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഇല്ലായിരുന്നില്ലേ. ഇപ്പോൾ മോട്ടർ ഇട്ട അപ്പുറമാണ് ഇപ്പോൾ ഇത് വെള്ളം ഇങ്ങോട്ട് കൂടാൻ വേണ്ടി തുടങ്ങിയത്. അപ്പോൾ മോട്ടറിൻ്റെ പ്രോസസ്സ് അങ്ങനെയാണ്. ഇപ്പം കണ്ടോ, വെള്ളം മുൻപ് കാണിച്ച പോലെ ഇല്ല. വെള്ളം ഇപ്പം അങ്ങോട്ട് കയറി പോകുക, നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെയാണ് മോട്ടറിൻ്റെ പ്രോസസ്സ്. എങ്ങനെ കൊയ്യും ചാച്ചൻ ഇപ്പം? ഓക്കെ. മണ്ടത്തിൽ ഒത്തിരി മനുഷ്യന് അരുവായിക്കാണ് കൊയ്തുകൊണ്ടിരുന്നത്. അത് കറ്റ കെട്ടി ചുമന്ന് കളത്തി വെച്ച് മെതിച്ച് അത് കാലിൽ ചവിട്ടി മെതിച്ചാണ് എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പൊ അത് മിഷനറി വന്നു. തമിഴ്നാട്ടിൽ മിഷൻ വന്നിട്ട് അത് കൊയ്ത് ഇതാന്ന് പറയുമ്പോൾ കൊയ്ത് കരക്ക് കയറ്റി റെഡിയാക്കി. അപ്പൊ ചാച്ചനും കൊയ്യാൻ പോയിട്ടുണ്ടോ? ഞാനും കൊയ്യാൻ ഇഷ്ടംപോലെ കഷ്ടപ്പെട്ടു. അപ്പൊ ഇനി നമുക്ക് ഇത് കൊയ്ത്ത് സമയത്തുള്ള മെഷീൻ വരും അല്ലേ ചാച്ചൻ? അപ്പോൾ ഒത്തിരി മഴയൊക്കെ വന്നാൽ ഇത് നഷ്ടമായി പോയല്ലേ? നഷ്ടം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ മോട്ടർ നടത്തിക്കൊണ്ടിരിക്കും. മോട്ടർ നടത്തി വെള്ളം പറ്റിക്കും. അതിന് വീണ്ടും ഇതിന് വലിയ മഴയൊക്കെ വന്നാൽ നമുക്കത് പല വർഷങ്ങളിൽ നമുക്കൊരു നഷ്ടമായിട്ടുണ്ട്. കൃഷി നഷ്ടം വന്നാൽ കൃഷിക്കാർക്ക് നഷ്ടമാണ്, ജോലിക്കാർക്കും എല്ലാം നഷ്ടമാണ്. നമ്മൾ മുടക്കുന്ന മുതക്ക് പോലും നമുക്ക് കിട്ടാൻ സാധ്യതയില്ല. അങ്ങനെയാണ് ഇവിടുത്തെ കൃഷി. കുട്ടനാട്ടിലെ ഒരു കൃഷി മാത്രമാണ് നമുക്കുള്ളത്. ഇതിൻ്റെ വരുമാനം കൊണ്ടാണ് കുട്ടനാട്ടുകാർ ജീവിക്കുന്നത്. അപ്പോൾ മഴ വരുമ്പോൾ വെള്ളം ഇങ്ങനെ അടിച്ച് പറ്റിക്കും. അപ്പോൾ ഇനി ഒരു 20 ദിവസം കഴിഞ്ഞ് നമുക്ക് കൊയ്യാം. കൊയ്ത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രോസസ്സ് ഇങ്ങനെ ഫിനിഷ് ആകും. അപ്പോൾ ഇങ്ങനെയാ ചാച്ചൻ പറഞ്ഞു കൊടുത്ത പോലെ കൊയ്ത്തിൻ്റെ പ്രോസസ്സ് ഇങ്ങനെ, കൃഷീൻ്റെ പ്രോസസ്സ് അങ്ങനെയാണ്. ഇവിടുത്തെ ചാച്ചൻ പറഞ്ഞ പോലെ എല്ലാവരും നമ്മളുടെ ജീവിത മാർഗം പറഞ്ഞാൽ എല്ലാവരുടെയും ഇപ്പോൾ കൃഷിയാണ്. ഇവിടുത്തെ എല്ലാവർക്കും കൃഷിയുണ്ട്, കണ്ടമുണ്ട് എല്ലാവർക്കും. അപ്പോൾ അതിൽ വരുമാനം വെച്ചാണ് ഇവിടുത്തെ പിള്ളേർ പഠിപ്പിക്കുവാൻ എല്ലാം. അപ്പോൾ ഇങ്ങനെ ചാച്ചൻ പറഞ്ഞ പോലെ മഴ വന്നു കഴിഞ്ഞാൽ വെള്ളം പറ്റിക്കാത്ത രീതിയിൽ വന്നാൽ ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയാൽ അപ്പോൾ ഞങ്ങൾ മടക്കരുത് പൈസ പോലെ നമുക്ക് കിട്ടാത്ത സമയവും ഉണ്ട്. അപ്പോൾ ഇപ്പം ആണെങ്കിൽ കുഴപ്പമില്ല. ഇനി 20 ദിവസം കഴിഞ്ഞ് നമുക്ക് കൊയ്യാം. കൊയ്ത് സമയത്തിലെയോ ഞാനൊരു വീഡിയോ എടുത്ത് വരാം. അപ്പോൾ എന്നോട് വീഡിയോ ഞാൻ അവസാനിക്കുവാണ്. എല്ലാവർക്കും എന്നോട് വീഡിയോയിൽ ഇതുവരെ നോക്കിയത് എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ എല്ലാം വീഡിയോ എന്നോട് കാണണം, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, എനിക്ക് മുൻകൂട്ട് പോകാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗോഡ് ബ്ലെസ് യു. ബൈ ബൈ.